എല്ലാ ഭക്തരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ഈ ക്ഷേത്രം ഭൂലോക വൈകുണ്ഠം എന്നും അറിയപ്പെടുന്നു. ഗുരുവായൂർ എന്ന പേര് ഗുരുവായൂർ ക്ഷേത്രത്തിന് എങ്ങനെ വന്നു? ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവും വായുവും ചേർന്നാണ് ഗുരുവായൂർ രൂപപ്പെട്ടതെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനുമായി ബന്ധമുള്ളതാണ് ഗുരുവായൂർ. ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ മനുഷ്യജന്മമായിരുന്നല്ലോ. ആ സമയത്ത് ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ചതുർബാഹു വിഗ്രഹമാണ് ഗുരുവായൂരിലെ ഇന്നത്തെ പ്രധാന പ്രതിഷ്ഠ. അതെങ്ങനെ ഗുരുവായൂരിലെത്തി? കലിയുഗം ആരംഭിച്ചപ്പോൾ ദ്വാരക കടലിൽ മുങ്ങിപ്പോകാൻ തുടങ്ങി. അപ്പോൾ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഗുരു ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ഈ വിഗ്രഹം വെള്ളത്തിൽ നിന്നെടുത്ത് സുരക്ഷിതമായ ഒരിടത്ത് പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചു. വിഗ്രഹം എവിടെ പ്രതിഷ്ഠിക്കണമെന്ന് അറിയാൻ ഗുരുവും വായുവും ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഗുരുവായൂരിലെ പുണ്യസ്ഥലം കണ്ടു. എന്നാൽ ഈ സ്ഥലത്ത് ശിവനും പാർവതിയും വിഗ്രഹപ്രതിഷ്ഠ കാത്തിരിക്കുകയായിരുന്നു. ഗുരുവും വായുവും അവിടെ എത്തിയപ്പോൾ ശിവനും പാർവതിയും വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് സ്ഥലം നൽകി. എല്ലാവർക്കും നിൽക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ശിവഭഗവാൻ തൊട്ടടുത്തുള്ള മമ്മിയൂർ ക്ഷേത്രത്തിൻ്റെ സ്ഥലം നോക്കി മാറി നിന്നു. അവിടെ മമ്മിയൂർ ക്ഷേത്രവും വന്നു. അങ്ങനെ ഗുരുവും വായുവും ചേർന്ന് വിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേരുണ്ടായത്. എല്ലാ ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ഈ ക്ഷേത്രം ഭൂലോക വൈകുണ്ഠം എന്നും അറിയപ്പെടുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർക്ക് അതിൻ്റെ പൂർണ്ണഫലം ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള മമ്മിയൂർ ക്ഷേത്രത്തിൽ പോയി ശിവഭഗവാനെ ദർശിക്കണം എന്നും ഒരു വിശ്വാസമുണ്ട്. എത്ര തവണ പോയാലും ഇനിയും പോകണമെന്നൊരു തോന്നൽ, എത്ര കണ്ടാലും മതിയാവാത്ത ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു.